ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടും എന്നാൽ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ലഡു ഉണ്ടാക്കിയാലോ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ലഡുവാണ്. അതിനായി ഞാൻ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് ചെറുപയർ, 1 ഗ്ലാസ് അവില്, ശർക്കര, കുറച്ച് ഏലക്ക, പിന്നെ ഇതിന്റെ കൂടെ അണ്ടിപ്പരിപ്പോ കപ്പലണ്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ്. ഇത് അതൊന്നുമില്ല, ഞാൻ കുറച്ച് മുന്തിരിങ്ങയും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നെയ്യ്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് പയർ നല്ലവണ്ണം ഒന്ന് പെട്ടെന്ന് തന്നെ കഴുകി ഒന്ന് അരിച്ചെടുക്കാം. ചിലപ്പോൾ കല്ല് കാണും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ആ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കുട്ടികൾക്കായതുകൊണ്ടാണ് നെയ്യ് ചേർക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാവുന്നതാണ്. എടുത്തു വച്ചിരിക്കുന്ന അവില് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. അവിൽ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഒരു അവിലെടുത്ത് നോക്കുമ്പോൾ നല്ലവണ്ണം പെട്ടെന്ന് ഒടിയുകയാണെങ്കിൽ അതാണ് പരുവം. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ പാനിലേക്ക് കഴുകി അരിച്ചു വെച്ചിരിക്കുന്ന പയറൊന്ന് വറുത്തെടുക്കാം. പയറ് മൂപ്പിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ശർക്കര പാവ് കാച്ചാൻ വയ്ക്കാം. ചെറുപയർ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായി വേറൊരു പാത്രത്തിലേക്ക് തട്ടി വയ്ക്കാം. അവിലും പയറും തണുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അവല് പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേ ജാറിൽ തന്നെ നമുക്ക് പയറും കൂടി വറുത്തത് പൊടിക്കാം. ഞാൻ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ തേങ്ങ ഇടുന്ന കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലോണം ചിരുകി വെച്ചിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങയിൽ നിന്നുമുള്ള ആ വെള്ളത്തിന്റെ അംശം ഒന്ന് മാറിയാൽ മതി, അല്ലാതെ ഇത് ബ്രൗൺ നിറമൊന്നും ആവണ്ട. ഈ ഒരു പരുവം മതി. ഇനി തീ ഓഫാക്കാം. തേങ്ങയും ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നന്നായി പൊടിയണ്ട, ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞാൽ മതി. ഈ പരുവം മതി, അല്ലാതെ നന്നായി പൊടിയണ്ട. ഈ ഒരു പരുവത്തിന് അവലും പയറും തേങ്ങയും നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അതിലേക്ക് ഏലക്കായും കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പാവ് കാച്ചി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ലഡു തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ഒരാഴ്ച നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.